വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ സ്വതന്ത്രാനന്ദ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാഠം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് PSCയിൽ ഏത് പരീക്ഷ എടുത്താലും ഇതിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആ പാഠത്തിൽ എന്തൊക്കെയാണ് ഇനി ബാക്കി നമുക്ക് നോക്കാനുള്ളത് നോക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്തുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഇന്ത്യയെ ബഹിരാകാശ ഗവേഷണം അതിനെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ അടുത്ത പോർഷനായ, അതായത് ശാസ്ത്ര രംഗത്തിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യക്ക് ഏതൊക്കെ വിധത്തിൽ പുരോഗതി ഉണ്ടായി, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ സ്വതന്ത്രാനന്തരം ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വിദ്യാഭ്യാസം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഡോക്ടർ DS കോത്താരി. അപ്പൊ ഡോക്ടർ DS കോത്താരി ഉദ്ധരിച്ച ചില വാക്കുകളാണ് എന്ത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പറഞ്ഞത് ആരെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന് പ്രസ്താവിച്ച ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ് അത്തരത്തില് പരാമർശിച്ചത്. ഇനി നോക്കാം, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്ര പുരോഗതിക്ക് വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ എന്ത് ചെയ്തു? തദ്ദേശീയമായ ഒരു വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് പല ഘട്ടങ്ങളായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. അപ്പോൾ ഇന്ത്യക്ക് തദ്ദേശീയമായ ഒരു വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കണമെന്ന് മനസ്സിലാക്കിയതിനാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിനും അതിന് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പലവിധ കമ്മീഷനുകളെ നിയമിച്ചു. അപ്പൊ പല കമ്മീഷനുകൾ അതിനു വേണ്ടി നിയമിക്കപ്പെട്ടു. അപ്പൊ അത്തരത്തിലുള്ള കമ്മീഷനെ കുറിച്ച് നമ്മൾ താഴെ മനസ്സിലാക്കാൻ പോകുന്നു. താഴെ നൽകിയിട്ടുള്ള പട്ടികയിൽ നമുക്ക് അവയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. കമ്മീഷനുകൾ ആദ്യം മനസ്സിലാക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓർത്തു വയ്ക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 നിലവിൽ വന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ എന്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ലക്ഷ്യം കൊണ്ടത്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് രാധാകൃഷ്ണ കമ്മീഷൻ ലക്ഷ്യം വെച്ചത്. ഇനി അതിന്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകളിൽ പെട്ടതാണെന്ന് ഓർത്തു വയ്ക്കുക. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. അതുപോലെ തന്നെ മറ്റൊരു ശുപാർശയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളത്. മറ്റത് ഏറ്റവും പ്രധാനപ്പെട്ടത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം എന്നുള്ളതും ആരുടെ ശുപാർശകളിൽ പെട്ടതാണ്? ഏത് കമ്മീഷന് ശുപാർശപ്പെട്ടതെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് 1948 നിലവിൽ വന്നു. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അത് അനുസൃതമായി അവിടെ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠനം എന്ന ലക്ഷ്യം കൊണ്ടതുകൊണ്ട് അവിടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിൽ UGC രൂപീകരിക്കണമെന്നത് ശുപാർശ ചെയ്തു. പ്രധാനം ആണ് അത്. ഇനി അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളതും ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന് ശുപാർശകളിൽ പെട്ടതാണ്. ഇനി സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളതും ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന് ശുപാർശകളിൽ പെട്ടതാണ്. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 നിലവിൽ വന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ്. ഈ ശുപാർശകൾ പറയുകയാണെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമതൊരു കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. ഇതാണ് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ആണ്. ഇത് നിലവിൽ വന്നത് 1952 അപ്പൊ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 1952. ഇനി അതിന്റെ ലക്ഷ്യം എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ മുമ്പേ പറഞ്ഞത് നമ്മൾ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ മുതലിയാർ കമ്മീഷൻ, അത് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ എന്തിനാണ് ലക്ഷ്യം കൊണ്ടത്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനത്തിനാണ് ലക്ഷ്യം വെച്ചത്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ നോക്കുകയാണെങ്കിൽ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. എന്താണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്നാണ്. 2, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. അപ്പൊ അതിന്റെ ലക്ഷ്യത്തിൽ പറഞ്ഞത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടെ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് ആര് ശുപാർശ ചെയ്തു? ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ശുപാർശ ചെയ്തു. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന്
ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ഒരു ശുപാർശയാണ്. അടുത്ത വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം എന്നുള്ളതും ഈ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ മറ്റൊരു ശുപാർശയാണ്. ഇനി അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നുള്ളതും ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ പെട്ടതാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവന്നത് 1952. എന്താണ് ലക്ഷ്യം കൊണ്ടത്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം. ഇനി അത് വെച്ചുകൊണ്ട് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഇനി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം ശുപാർശ ചെയ്തു. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്നും ശുപാർശ ചെയ്തു. അടുത്ത കമ്മീഷൻ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 നിലവിൽ വന്നത്. അപ്പൊ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിലവിൽ വന്നതാണ് 1964. ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ലക്ഷ്യം. ഇനി വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയാണ് ശുപാർശ ചെയ്തത്? 10+2+3 അല്ലെ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അതാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ പറഞ്ഞത്. 10+2+3 അതായത് 10ാം ക്ലാസ് പിന്നെ +2 പിന്നെ എന്താണ് 3 വർഷം ഡിഗ്രി, അങ്ങനെ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഇനി സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ എന്ത് വിദ്യാഭ്യാസം നടപ്പിലാക്കണം? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നുള്ളതും ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ പെട്ടതാണ്. അപ്പൊ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1964. ഇവിടെ എന്തിനാണ് ലക്ഷ്യമുണ്ടത്? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശം കൊടുക്കുകയാണ് ലക്ഷ്യം. അതിന്റെ രീതിയിൽ അതിന്റെ ശുപാർശ എന്ന പ്രധാനപ്പെട്ട എന്താണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 2 സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 3 മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇത് പ്രധാനപ്പെട്ടവയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ 3 കമ്മീഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, അതുപോലെ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതുപോലെ തന്നെ ശുപാർശകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തത് നമ്മൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. അപ്പം ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച എന്നാണ് 1986. ഇനി 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട്, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, അതിന് മുമ്പ് 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് പരീക്ഷകളിൽ പ്രിലിംസിൽ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കമ്മീഷൻ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിയതുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. അപ്പൊ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമേ നിയോഗിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇനി ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഇപ്പൊ പറഞ്ഞല്ലോ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വന്നതാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. ഇതെല്ലാം പ്രിലിംസിൽ ഖാദി ബോർഡ് LDC പ്രിലിംസിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്തത് സ്വതന്ത്രാനന്ത ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അത് നമ്മൾ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ നയം അല്ലെ, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ കാര്യം കുറിച്ച് പറഞ്ഞു. അപ്പൊ കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ വലിയ ഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പം കോത്താരി കമ്മീഷനെ തുടർന്ന് 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. ആ സമയത്ത് എന്താണ്, ഗ്രാമങ്ങളിലെ വലിയ ഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ട് ലക്ഷ്യമാക്കിയത്. അത് ആ സമയത്ത് എന്താണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്താ മനസ്സിലാക്കിക്കൊണ്ടുവന്ന 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നു. ആ സമയത്ത്
എന്താണ് അതിൽ അവിടെ പറഞ്ഞത് എന്താണ്, ഗ്രാമങ്ങളിലെ വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ അവരുടെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അന്ന് അതിൽ ലക്ഷ്യം വെച്ച പ്രധാന കാര്യം. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു, നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ രാജ്യത്താകമാനം 10+2+3 മാതൃകയിൽ രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ ഈ വിദ്യാഭ്യാസ നയം എന്താണ് വന്ന സമയത്ത് തീരുമാനിച്ചു. അപ്പൊ ഈ തീരുമാനിച്ച ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരം 1960 ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരം 10+2+3 മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ തീരുമാനം കൊണ്ടു. ഇനി ഈ വിദ്യാഭ്യാസ നയത്തെ 1968 വിദ്യാഭ്യാസ നയത്തെ പരിഷ്കരിച്ച് 1986 ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപം കൊണ്ടു. അപ്പം ദേശീയ വിദ്യാഭ്യാസ നയം 1986, 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിഷ്കരിച്ച് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയമാണ്. അപ്പൊ 1986 ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം 1986 ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദേശീയ വിദ്യാഭ്യാസം 2020 കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസം 2020 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച എന്നാണ് 2020 ജൂലൈ 29. അപ്പൊ 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ, ദേശീയ വിദ്യാഭ്യാസം 2020 കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് വെച്ചാൽ ഡോക്ടർ കെ കസ്തൂരി രംഗനാണെന്ന് മനസ്സിലാക്കുക. ഡോക്ടർ കെ കസ്തൂരി രംഗനായിരുന്നു ദേശീയ വിദ്യാഭ്യാസം 2020 കരട് രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ. ഇനി ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് 5+3+3+4 എന്നാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് 5+3+4 5+3+3+4 എന്നാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ദേശീയ വിദ്യാഭ്യാസം 2020 പ്രകാരം പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് എങ്ങനെയാണ്? 5+3+3+4 ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിന് നിലവിലുന്ന സ്ഥാപനമാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിലവിലുന്ന സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നതിന് നിലവിൽ വരുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് മനസ്സിലാക്കുക. 1986 ദേശീയ വിദ്യാഭ്യാസ നിലയിൽ നിന്നും ആ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നതിന് മുമ്പ് 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം നിലവിലുണ്ടായിരുന്നു. അതിനെ പരിഷ്കരിച്ചാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത്. പിന്നീട് 2020 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ പരിഷ്കരിച്ച് നിലവിൽ വന്നിട്ടുണ്ട്. അത് ആരുടെ കാലഘട്ടം വെച്ചാൽ അതിന്റെ ആ സമയത്തെ പ്രധാനം അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് പ്രധാനമന്ത്രി ആണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി. ആ സമയത്ത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്ന്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. ഇത് 86 വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നതാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. 2, പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. അപ്പോൾ ഒന്ന്, നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. 2, പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിൽ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ദേശീയ വിദ്യാഭ്യാസം 1986 നിർദ്ദേശങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം എന്നുള്ളത് 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നിർദ്ദേശങ്ങൾ പെട്ടതാണ്. അപ്പൊ നമ്മൾ 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. ഈ പ്രൈമറി തലത്തിലാകട്ടെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും അതുപോലെ സ്കൂളുകളിൽ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കാനും ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. അതുപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇത്രയുമാണ് 1986 ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നിർദ്ദേശം. ഇനി നമ്മൾ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞ എന്തൊക്കെയാണ്? അതിൽ പുതിയൊരു വിദ്യാഭ്യാസ മാതൃക നിലവിൽ വന്നു. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? 5+3+3+4 എന്ന മാതൃകയാണ് അവിടെ പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസം 2020 കരട് രൂപം സ്വീകരിച്ച സമയത്ത്
രൂപീകരിച്ച സമിതിയിലെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ അത് ഡോക്ടർ കസ്തൂരി രംഗനാണെന്ന് ഓർത്തു വെക്കുക. ഡോക്ടർ കെ കസ്തൂരി രംഗനാണെന്ന് ഓർത്തു. അടുത്ത മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിന് അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കും. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അദ്ദേഹം ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിന് വളരെ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇനി അദ്ദേഹത്തെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ആസാദ് എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത് ആരായിരുന്നു വെച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ആസാദ് എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത്. ഇനി അതുപോലെ തന്നെ സ്വതന്ത്രാനന്ത ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി. വിദ്യാഭ്യാസം മാത്രമല്ല ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൂടി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും IIT-കളും നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതുപോലെ തന്നെ IIT-കൾ സ്ഥാപിക്കപ്പെട്ട സമയത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇനി IIT-ക്ക് ആ പേര് നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. IIT-ക്ക് പേര് നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അതുപോലെ തന്നെ 1948 സർവകലാശാല കമ്മീഷൻ അല്ലെ, അതായത് രാധാകൃഷ്ണൻ കമ്മീഷനെ നിയോഗിച്ച വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് വെച്ചാലും അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണെന്ന് ഓർത്തു വയ്ക്കും. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിന് മരണാന്തരം ഭാരത് രത്നം നൽകി ആദരിച്ചത് 1992 ഓർത്തു വയ്ക്കും. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന പേരിലാണ് തൂലികാ നാമത്തിലാണ് എഴുതിയിരുന്നത്. ഇനി അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുപോലെ ശാസ്ത്ര ഗവേഷണ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ IIT-കൾക്ക് പേര് നൽകിയത് IIT-ക്ക് പേര് നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇനി 1948 സർവകലാശാല കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ നിയമിച്ച വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് വെച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇനി അദ്ദേഹത്തിന് മരണാന്തര ബഹുമതിയായി ഭാരത് രത്നം ലഭിച്ചത് 1992 ഓർത്തു. വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് 2009 ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായിട്ട് മാറ്റി. അങ്ങനെ മൗലിക അവകാശമായിട്ട് നിയമം പാസാക്കി. അടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ തുടങ്ങിയ സംയോജിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കി വരും. അപ്പൊ 2009 വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റി. ഇവിടെ അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ ഇത് രണ്ടും സംയോജിച്ച് 2018 സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കി വരുന്നു. സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞ പദ്ധതി ഏതൊക്കെ പദ്ധതികൾ കൂട്ടിച്ചേർത്തതാണ്? സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. ഇതാണ് സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും സംയോജിച്ചാണ് 2018 സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ സ്വതന്ത്രാനന്തര സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചതെന്നാണ് നമ്മൾ ഇത്ര നേരം മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ബാലവാടിക പദ്ധതി രൂപീകരിച്ച അല്ലെങ്കിൽ അത് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് ആണെന്നും ഓർത്തിരിക്കുക. അപ്പൊ 2020 ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരം ബാലവാടിക പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, സ്വതന്ത്രാനന്ത ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ
സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠനം ഏത് കമ്മീഷൻ ബന്ധപ്പെട്ടാണ്? ഡോക്ടർ ലക്ഷ്മണ സ്വാമി ഉദിലാർ കമ്മീഷൻ ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ 10+2+3 മാതൃ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ ആരാണ് നിർദ്ദേശം കൊടുത്തത്? ഡോക്ടർ DS കോത്താരി കമ്മീഷനിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്മീഷനെ കുറിച്ചും വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അത് നവംബർ 11 ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ NR സർക്കാർ കമ്മിറ്റിയാണ്. അപ്പൊ അതിന് മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്താണ് IIT നിലവിൽ വന്നത്. അപ്പൊ IIT-കൾക്ക് പേര് നൽകിയത് അദ്ദേഹമാണ്. ഇനി അദ്ദേഹത്തിന് IIT-ക്ക് ആ പേര് നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അതുപോലെ തന്നെ 1954-നും 64-നും ഇടയിൽ ഇന്ത്യയിൽ എത്ര IIT-കൾ സ്ഥാപിതമായി? 5 IIT-കളാണ് സ്ഥാപിതം. 1954-നും 64-നും ഇടയിൽ ഇന്ത്യയിൽ എത്ര IIT-കൾ സ്ഥാപിതമായി? 5 IIT-കൾ സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM സ്ഥാപിതമായത് കൊൽക്കത്തയിലാണെന്ന് ഓർത്തു വയ്ക്കും. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ IIT എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ IIT ഖരഗ്പൂരിലാണ്. പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ IIT. ഇന്ത്യയിലെ ആദ്യത്തെ IIT പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂർ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കേരളത്തിലെ ആദ്യ IIT പാലക്കാട് IIT ആണ്. കേരളത്തിലെ ആദ്യ IIT പാലക്കാട് IIT. അപ്പൊ IIT-കൾ സ്ഥാപിച്ച സമയത്ത് എന്താണ് IIT-കൾക്ക് ആ പേര് നൽകിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ IIT ഏതാണെന്ന് വെച്ചാൽ IIT ഖരഗ്പൂർ, പശ്ചിമ ബംഗാളിലെ IIT ഖരഗ്പൂർ ആണ്. അതുപോലെ കേരളത്തിലെ ആദ്യ IIT IIT പാലക്കാടാണെന്നും ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? അതൊരു PYQ ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് അറിയപ്പെട്ടത് ഡോക്ടർ PM മുബാറക് പാഷ ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനം എവിടെയെന്ന് വെച്ചത് കൊല്ലത്താണ്. അത് സ്ഥാപിതമായത് 2020 ഒക്ടോബർ 2-നാണ്. അപ്പൊ കൊല്ലത്താണ് എന്റെ ആസ്ഥാനം. സ്ഥാപിതമായത് 2020 ഒക്ടോബർ 2-നാണെന്നും ഓർത്തു വയ്ക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ PM മുബാറക് പാഷ. ഇനി അത് സ്ഥാപിതമായത് 2020 ഒക്ടോബർ 2. ഇനി അത് ആ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനം കൊല്ലം. അതുപോലെ തന്നെ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്നറിയപ്പെടുന്നത് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്നറിയപ്പെട്ട ആരാണ്? ഡോക്ടർ സജിൻ ഗോപിനാഥ് ആണ്. ഡോക്ടർ സജി ഗോപിനാഥ് ആണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. അതുപോലെ തന്നെ അതിന്റെ പൂർണ്ണ നാമം എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പൂർണ്ണ നാമം. ഇന്ത്യയിലെ അത്തരത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്. ഇനി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല. അതിന്റെ ആസ്ഥാനം ടെക്നോസിറ്റി ക്യാമ്പസ് തിരുവനന്തപുരം. ടെക്നോസിറ്റി ക്യാമ്പസ് തിരുവനന്തപുരമാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം. അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സജി ഗോപിനാഥ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ സാംസ്കാരിക നേട്ടങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. സ്വതന്ത്രാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്ന മുൻ ക്ലാസുകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വതന്ത്രാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വതന്ത്രാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സാംസ്കാരിക വിനിമയം, അതായത് വിദ്യാഭ്യാസത്തെ സാംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അപ്പൊ സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോട് വേണ്ടിയിട്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനമാണ്. സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച ഒരു സ്ഥാപനമാണ്. എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. 1979 ഇത്തരത്തിലുള്ള സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിൽ വിവിധ പരിപാടി സംഘടിപ്പിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക.
അതുകൊണ്ട് തന്നെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണെന്നും ഓർത്തു വയ്ക്കുക. അടുത്ത നമ്മളിവിടെ പറഞ്ഞു ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് പ്രോത്സാഹനം നൽകുന്ന ലക്ഷ്യം കൊണ്ട് സ്വതന്ത്രാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. അതിലൊന്നാണ് സംഗീത നാടക അക്കാദമി. അതാണ് സംഗീത നാടക അക്കാദമി. അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇതിന് മുൻപ് അറിയപ്പെട്ടത്. സംഗീത നാടക അക്കാദമി മുൻപ് അറിയപ്പെട്ടിരുന്നത് ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ്. അപ്പൊ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത് പിന്നീട് സംഗീത നാടക അക്കാദമിയാക്കി മാറി. സംഗീതത്തിന് നാടകത്തിന് പ്രോത്സാഹനം നൽകിയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ലളിതകലാ അക്കാദമി ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിനാണ് ലക്ഷ്യം. അപ്പൊ ലളിതകലാ അക്കാദമി ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം കൊണ്ടത്. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഈ സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമിയിൽ ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനത്താണ് ലക്ഷ്യം. അതും ന്യൂഡൽഹിയാണ് ആസ്ഥാനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി. അപ്പൊ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇനി അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിന്റെ എന്താണ്? അതിവിടെ കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ ഇത്തരത്തില് വിവിധ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഈ സാംസ്കാരിക മുന്നേറ്റത്തിന് പ്രോത്സാഹനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും ആസ്ഥാനം ഇവിടെ തന്നെയാണ്? ന്യൂഡൽഹി ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത വിദേശ നയം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായി സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം 1947. അപ്പൊ വിദേശ രാജ്യങ്ങളുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിന്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വതന്ത്രാനന്ദ ഇന്ത്യ സ്വീകരിച്ചത്. അപ്പം സ്വതന്ത്രാനന്ദ ഇന്ത്യ പിന്നീട് സ്വീകരിച്ച വിദേശ നയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വതന്ത്രാനന്ദ ഇന്ത്യ സ്വീകരിച്ചത്. സ്വതന്ത്രാനന്ദ ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ്. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. പരീക്ഷകളിൽ പ്രസ്താവന പോലെ ഇത് ചോദിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ തത്വങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ തത്വങ്ങളിൽ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വം. അപ്പൊ സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യൻ വിദേശ നയത്തെ പ്രധാന തത്വം. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ പറയുകയാണെങ്കിൽ സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ്, 2 വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, അതുപോലെ തന്നെ ചേരിചേരായ്മ. ഇത്രയുമാണ് വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെട്ടത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പഞ്ചശീല തത്വങ്ങളെ കുറിച്ചാണ്. ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചൊരു ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് സമയത്ത് കോൺഗ്രസ് സ്വീകരിച്ച വിദേശ നയമാണ് ഇന്ത്യ പിന്നീട് തൽക്കാലം ഇന്ത്യയുടെ വിദേശ നയമായിട്ട് സ്വീകരിച്ചത്. അതുപോലെ ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പഞ്ചശീല തത്വങ്ങൾ. 1954 അപ്പൊ ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ പെട്ട തത്വങ്ങളിൽ പ്രധാന തത്വങ്ങൾ ഒന്നാണ് എന്താണ്? പഞ്ചശീല തത്വങ്ങൾ. അതുപോലെ പഞ്ചശീല തത്വങ്ങൾ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പൊ പഞ്ചശീല തത്വങ്ങൾ എന്ന ഇന്ത്യയും ചൈനയുമായി ഒപ്പിട്ട കരാറാണ്. ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ 1954 ഒപ്പിട്ടതാണ് ഈ പഞ്ചശീല തത്വങ്ങൾ. അപ്പൊ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമാണ്. അപ്പൊ അപ്പോഴത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു
അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമാണ് ഈ പ്രസ്താവന ഒപ്പുവെച്ചത്. അപ്പം പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോഴാണ്. ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങൾ 1954 ഒപ്പുവെച്ചത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണെന്ന് ഓർത്തു വയ്ക്കും. ഇനി പഞ്ചശീല തത്വങ്ങളില് ഇന്ത്യയും ചൈനയും ഒപ്പിട്ട കരാറിൽ പഞ്ചശീലം എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ സമീപനം ഇത് തന്നെയായിരുന്നു. അപ്പം അതെന്തായിരുന്നു ഇന്ത്യയുടെ രീതി? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അപ്പൊ ഇതാണ് പഞ്ചശീല തത്വങ്ങൾ. ഏതൊക്കെയാണ്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായം പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പൊ രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, അതുപോലെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, അതുപോലെ സമത്വവും പരസ്പര സഹായം പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത് ഇത്രയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ സമീപനം. ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളോടുള്ള സമീപനം ഇങ്ങനെയാണെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തെ കുറിച്ച്. അപ്പൊ ചേരിചേര പ്രസ്ഥാനം രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ടതാണ്. ആ ചേരിചേര പ്രസ്ഥാനങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്തതിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ചേരിചേര പ്രസ്ഥാനത്തിന് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാളാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പം ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബാങ്ക്പോങ് സമ്മേളനമാണ്. ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള സമ്മേളനം ബെന്തൂങ് സമ്മേളനമാണ് 1955. അപ്പം ബെന്തൂങ് സമ്മേളനം ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കുന്ന തീരുമാനിച്ച സമ്മേളനമാണ് 1955 സമ്മേളനം. ഇനി ആ സമ്മേളനം നടന്നത് എവിടെയാണ്? ബെൽഗ്രേഡ്, യൂഗോസ്ലേവിയ ബെൽഗ്രേഡിലാണ്. 1961 ചേര സമ്മേളനം. നാമിന്റെ ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ്? ബെൽഗ്രേഡിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പം ഈ ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ അടിസ്ഥാനമായ കാര്യം എന്താണ്? പഞ്ചശീല തത്വങ്ങളാണ് ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നത്. പഞ്ചശീല തത്വങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ഒരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ മറ്റുള്ള ആരൊക്കെയായിരുന്നു? ഗമാൽ അബ്ദുൾ നാസർ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസർ, അതുപോലെ മാർഷൽ ടിറ്റോ, യൂഗോസ്ലേവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അഹമ്മദ് സുകാർണോ, നിക്കോമി എൻക്രുമ, ഘാന പ്രസിഡന്റ്. ഇത്ര ആളുകളാണ് ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ വ്യക്തികൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത പ്രമുഖരിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു, ഓർത്തു വയ്ക്കാം. അതുപോലെ ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ ബാന്തൂങ് സമ്മേളനമാണ്. 1955. ഇനി ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബെൽഗ്രേഡ്, യൂഗോസ്ലേവിയ ബെൽഗ്രേഡ് 1961 ഓർത്തു വയ്ക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വതന്ത്രാനന്ദ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ മാക്സിമം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്നും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ചാപ്റ്റർ ഒരു വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് നന്നായി കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു SCERT ക്ലാസ്സുമായി കാണാം. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. Thank you.